രേണുസുതി മാനസികമായി വളരെ തളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ശൈത്യയോട് സംസാരിക്കുകയാണ്. ഇനിയും ഏകദേശം 80-ലധികം ദിവസങ്ങൾ കിടക്കുകയാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ മാനസികമായി വളരെ തളർന്നിരിക്കുകയാണ്. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. എനിക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസിനോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നെ എതിർത്ത ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കുള്ള മറുപടിയായിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് ബിഗ് ബോസിൽ വരുവാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ബിഗ് ബോസിലൊന്ന് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു രേണുസുതിയുടെ മുൻപിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇപ്പോൾ താൻ പറയുകയാണ്. അല്ലാതെ ബിഗ് ബോസിൽ എന്തിനാണ് വരുന്നത്, ഇവിടെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഗെയിമുകൾ എങ്ങനെയാണ്, ടാസ്കുകൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും താൻ ചിന്തിച്ചിരുന്നേയില്ല. തനിക്കെതിരെ വന്ന സൈബർ ബുള്ളിങ്ങുകൾക്ക് മറുപടി പറയുവാൻ വേണ്ടി ബിഗ് ബോസിനകത്തൊന്ന് കാലുകുത്തണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതിനകത്ത് വന്നു. ഇനിയിപ്പോൾ തിരികെ പോകാനും പറ്റുന്നില്ല. ബിഗ് ബോസും പെട്ടു, രേണുസുതിയും പെട്ടു, പ്രേക്ഷകരും പെട്ടു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോഴായിരിക്കുന്നത്. രേണുസുതിക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. മാനസികമായി വളരെ പ്രയാസത്തിലാണ്. തനിക്ക് പുറത്തു പോകണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, രേണുസുതിയുടെ ആരാധകർ ഒരിക്കലും അത് സമ്മതിക്കില്ല. അവർ 100 ദിവസവും അവിടെ നിന്നിട്ട് കപ്പും പൊക്കിക്കൊണ്ട് വരുന്നത് കാണുവാൻ വേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാവരും കാത്തിരിക്കുന്നത്. രേണുവിൻ്റെ ആരാധകരുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ അവിടെ കളിക്കണ്ട, ഒരു കോണ്ടന്റും നിങ്ങൾ അവിടെ കൊടുക്കണ്ട, നിങ്ങൾ അവിടെ അങ്ങ് നിന്നാൽ മാത്രം മതി, നിങ്ങൾ അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആരാധകരോട് ഇപ്പോൾ കേണപേക്ഷിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല, എനിക്കിവിടുന്ന് പുറത്തു വരണം, ഞാൻ മാനസികമായി വല്ലാത്ത തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് എൻ്റെ തലയുടെ പ്രശ്നമുണ്ട്. ഈ പേൻ പുഴുത്തിരിക്കുന്ന ആ ഒരു പ്രശ്നം അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട് താൻ. അതൊരു വലിയ പ്രയാസമായിട്ട് തന്നെയാണ് താനിപ്പോൾ കരുതുന്നത്. രണ്ടാമത് തനിക്ക് തൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കുവാൻ കഴിയുന്നില്ല, പ്രിയപ്പെട്ടവരെ കാണാതിരിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ആരാധകർ ഇനിയും രേണുസുതി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിക്കരുത്. നിങ്ങൾ വാശിയെടുക്കരുത്. അവരൊന്ന് പുറത്തു വരുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായി അത് ചെയ്തു കൊടുക്കണം. ആരാധന മൂത്ത് വട്ടുപിടിച്ചിരിക്കുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്. അവർക്ക് രേണുസുതി പറയുന്ന ഒന്നും മനസ്സിലാവില്ല. ഇനിയുള്ള കാലം മുഴുവൻ രേണു ബിഗ് ബോസിൽ തന്നെ തുടരുന്നത് കാണാനാണ് അവർ താല്പര്യപ്പെടുന്നത്. എന്തായാലും എല്ലാ ഫാൻസിനെയും എല്ലാ ആരാധകരെയും വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ട് രേണു തൻ്റെ ആത്മഗതം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി പറ്റില്ല, ഒരു ഇഞ്ച് പോലും തനിക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തുറന്നു വിടണം. ആരെങ്കിലുമൊക്കെ ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ബിഗ് ബോസിനോട് പോയി പറ, കൺഫെഷൻ റൂമിൽ പോയി സംസാരിക്ക്. 1 മിനിറ്റ് മുൻപ് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പുറത്തു പോകും, എന്നെ തുറന്നു വിടണം. ഇതാണ് താൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അതിശയോക്തിയായി തോന്നിയേക്കാം. അതുകൊണ്ട് രേണുസുതി സംസാരിക്കുന്നതിൻ്റെ ആ വീഡിയോ ക്ലിപ്പ് ചില ഭാഗങ്ങൾ കൂടി ഞാനിവിടെ നിന്ന് പ്രദർശിപ്പിക്കാം. ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ സൂചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ആൾക്കാരുണ്ട്, ഫോണുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്, കേൾക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് ചോദിച്ചാൽ കുഞ്ഞിനെ കാണാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ പറ്റത്തില്ല. സപ്പോസ് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയും ദിവസമല്ലേ, 20 ദിവസമല്ലേ ആയുള്ളൂ. നീ കിടക്കുന്ന 80-79 ദിവസം കൂടെ. അങ്ങനെ ഇല്ല ശൈത്യ, ഭയങ്കര എനിക്ക് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര മനസ്സിന് സന്തോഷം. എവിഷനെ കിട്ടാൻ ഞാൻ സന്തോഷത്തോടുകൂടെ പോകത്തുള്ളൂ. അത്രയ്ക്കും മാനസിക ബുദ്ധിമുട്ടാണ് ശൈത്യ. ഞാൻ ഇവിടെ വന്നിട്ട് കുരഞ്ഞു പോയതാണ്. കുഞ്ഞിനെ കാണുമ്പോഴേ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈഫ് വരെ അടുത്ത പോലെ എന്നാണ് സംഭവം. പക്ഷെ അത് മനസ്സിലാവും. എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡ് ഞാനധികം കഴിക്കത്തില്ല. തലയുടെ പ്രശ്നമാണ്. എനിക്കോ അല്ലെങ്കിൽ ഇവിടെ വരാൻ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അങ്ങനെയല്ല, അത് തന്നെയല്ലടാ. എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ കാണണം. ഒക്കെ ഇവിടെ സന്തോഷമായിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ നിന്നല്ലോ, അതേ മതി. എന്നെ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കട്ടെ, എല്ലാം ഉള്ളൊരു മറുപടിയാണ്. അത് ബുദ്ധിമുട്ടാണ്. ശക്തി ഭയങ്കര വിഷമമാണ്. അങ്ങനെയുള്ള വിഷം ചെയ്യും. സന്തോഷമായിട്ട് ഞാൻ ഇവിടെ പോകും. അങ്ങനെ പോകാം. പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാൽ മതി.